സുഹൃത്തുക്കളെ നമസ്കാരം. 6-ാം മാസം അല്ലെങ്കിൽ 5.5 മാസം അല്ലെങ്കിൽ 5-ാം മാസമൊക്കെ കുല വീഴുന്ന ഒരു വാഴയെക്കുറിച്ച് FBയിലും മറ്റ് വാഴ ഗ്രൂപ്പുകളിലും എല്ലാം തന്നെ ഒരുപാട് ചർച്ച നടക്കുന്നുണ്ട്. ആ ഒരു ഐറ്റമാണിത്. പല ആൾക്കാരും ചോദിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു വാഴയെക്കുറിച്ച് അറിയാമോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണ്, ഇത് നട്ടാൽ എന്തെങ്കിലും ഉപയോഗമുണ്ടോ, നമ്മുടെ നാട്ടിൽ ഇത് വിളയോ, അങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റുകൾ പോസ്റ്റുകൾ എല്ലാം തന്നെ വരാറുണ്ട്. ചില ആൾക്കാർ വിളിക്കാറുമുണ്ട്. അതിൻ്റെ കുല നമ്മൾ വെട്ടി വെച്ചേക്കുകയാണ്. അപ്പോൾ ഈ കളർ കണ്ടിട്ട് പല ആൾക്കാരും ചങ്ങാലിക്കോടൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ കുലയുടെ കളർ വന്ന ഇങ്ങനെയല്ല. നമ്മൾ കുടപ്പൻ ഒടിച്ച് കളഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് അതിനെ ഉണങ്ങിയില, വാഴയില തന്നെ ഉണങ്ങിയത്, പിന്നെ പ്ലാസ്റ്റിക് ചാക്ക് പൊതിച്ച് കെട്ടി നിർത്തിയതിന് ശേഷം ഒരു 3-ാം മാസമാണ് ഈ കുല വെട്ടിയേക്കുന്നത്. ഇതൊന്നും മൂടാത്ത കായ്ക്കുലകളാണ്, അതുകൊണ്ട് തന്നെ അതിന് ആ തരത്തിലുള്ള കളറുകളില്ല. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ ജൂൺ മാസം വയ്ക്കുന്ന കന്ന്, ജൂൺ മാസത്തിൽ വയ്ക്കുകയാണെങ്കിൽ, ജൂൺ എന്ന് പറഞ്ഞാൽ ഒരു മെയ് ലാസ്റ്റൊക്കെ ആകുമ്പോൾ വയ്ക്കും. നല്ല മഴയെ ആശ്രയിച്ച് അല്ലെങ്കിൽ ജലസൗകര്യം ഇല്ലാത്ത പ്രദേശങ്ങളിൽ നല്ല മഞ്ചേരിക്കുള്ളൻ്റെ കന്ന് നോക്കി സെലക്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു ഡിസംബർ ജനുവരി ഒക്കെ ആകുന്ന സമയത്ത് നല്ല കുലകൾ കിട്ടും. അപ്പോൾ നമുക്ക് അധികം ജലസേചനവും വേണ്ട, മഴയെ ആശ്രയിച്ച് ഈ കൃഷി നടന്ന് പോവുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ സീസണിൽ വെച്ച മഞ്ചേരിക്കുള്ളൻ്റെ തൈകളാണ്. അപ്പം ഇതിന് 2 വളപ്രയോഗമാണ് നമ്മൾ നടത്തുന്നത്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ വാഴ വയ്ക്കുന്ന സമയത്ത് നല്ല അടിവളം കൊടുക്കും. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഒരു 2 മാസം ആകുന്ന സമയത്ത് നല്ല രീതിയിൽ വളം കൊടുത്തതിന് ശേഷം, അതായത് ചാണകം, കമ്പോസ്റ്റുകളുണ്ടെങ്കിൽ അത്, പച്ചില വളം, കോഴിക്കാഷ്ടം ഉണങ്ങി പൊടിഞ്ഞത്, അതിനോടൊപ്പം തന്നെ യൂറിയയും പൊട്ടാഷും, പിന്നെ മസൂറി ഫോസ്, രാജിഫോസ്, അങ്ങനെയുള്ള ഏതെങ്കിലും ഫോസ്ഫറസ് വളങ്ങൾ അതെല്ലാം ചേർത്തതിന് ശേഷം ഈ കുഴിയിലിട്ടതിന് ശേഷം ഒറ്റ പതിമൂടലാണ്. ഇവിടെ നമ്മൾ ഇലകൾ അധികം ഇടാറില്ല. കാരണം ഈ മഞ്ചേരി കുള്ളൻ പോലുള്ള വാഴകളെ കൂടുതലായിട്ട് ഈ തടപ്പുഴുവിൻ്റെ ആക്രമണം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇല നമ്മൾ അധികമായിട്ട് കുഴിയിലിടാറില്ല. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ മൂടിക്കൊടുക്കും. പിന്നീട് ചിലപ്പം ജലത്തിൻ്റെ ലഭ്യത ഉണ്ടെങ്കിലൊന്ന് നനയ്ക്കും. മിക്കവാറും മഴ കിട്ടുമ്പോൾ ഈ വാഴ നന്നായിട്ട് വളരുകയും ഒരു വളപ്രയോഗത്തിലൂടെ തന്നെ നല്ലൊരു കുലയെന്ന് പറഞ്ഞാൽ ഒരുപാട് ഭയങ്കര വലുതൊന്നും കിട്ടില്ല. എനിക്ക് 1-2 എണ്ണത്തിൽ ഇതിൽ 15-16 കിലോയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മിക്കവാറുമുള്ള ഈ കുലകളെന്ന് പറയുന്നത് ഒരു 10-12, കാരണം നമ്മൾ അത്രയ്ക്കുള്ള പൈസ മാത്രമേ അതിനകത്ത് മുടക്കുന്നുള്ളൂ. അതുമാത്രമല്ല, ഒരു 12 കിലോ കുലയൊക്കെ നമുക്ക് കിട്ടുന്നത് ഒരു ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ആയിരിക്കും. ആ സമയത്ത് നല്ല വിലയും ഈ കുലകൾക്കുണ്ടായിരിക്കും. 1 കിലോ ഏകദേശം ഒരു നാടൻ തിരക്ക് വന്ന് വാങ്ങുന്നവർ 80 രൂപ വരെയൊക്കെ തരും. അപ്പോൾ ഇതൊരു 100 വാഴ ഇങ്ങനെ നടുകയാണെങ്കിൽ അധികം വളവും വേണ്ട, നല്ല ലാഭവും കിട്ടും.